മുസ്ലിം ലീഗിലെ അധികാര രാഷ്ട്രീയത്തിൽ തന്നെ പോരടിച്ചു നിൽക്കുന്ന നേതാവാണ് കെ എം ഷാജി. കെ എം ഷാജിയുടെ നാവിൻ്റെ മൂർച്ച അറിയാത്ത ആളുകൾ ചുരുക്കമാണ്. കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മന്ത്രി പദവിയിൽ ഇതാദ്യമാണ്. മുസ്ലിം ലീഗിലെ പല തലമുറകളിൽപ്പെട്ട ആളുകളെ ഒരേപോലെ വികാരം കൊള്ളിക്കുന്ന ആവേശ തിരകളിലേക്ക് എടുത്തുയർത്തുന്ന പ്രസംഗങ്ങളാണ് കെ എം ഷാജിയുടേത്. ചിലപ്പോഴൊക്കെ ഷാജി അത് അപകടത്തിൽപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടുതൽ ജാഗ്രതയോടെ മന്ത്രിയാകുന്ന ഈ അവസരം കെ എം ഷാജി ഉപയോഗിക്കുമെന്ന് ആണ് ഷാജിക്കൊപ്പമുള്ള ആളുകളൊക്കെ വിശ്വസിക്കേണ്ടത്. ക്രൗഡ് പുള്ളറാണ് ലീഗിൻ്റെ. എത്തുന്ന ഇടങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടമാണ്. 20കളിൽ 10-22 വയസ്സുള്ളപ്പോൾ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയ യാത്രയാണ്. തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മറികടന്ന് കെ എം ഷാജി ഇപ്പോൾ വി ഡി സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.